അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നത് സൂറത്തുൽ മുത്തഫിഫീൻ എന്ന ഖുർആനിലെ 83-ാം ആയത്തിൻ്റെ അർത്ഥവും ആശയവുമാണ്. ഈ സൂറത്ത് മക്കയിലാണ് അവതരിച്ചിരിക്കുന്നത്. ഇതിൽ 36 വചനങ്ങളാണുള്ളത്. ഈ മുത്തഫിഫീൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അളവിലും തൂക്കത്തിലും കുറവ് വരുത്തി കബളിപ്പിക്കുന്നവരെ കുറിച്ചാണ്. കച്ചവടത്തിൽ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ ഒരളവും അങ്ങോട്ട് കൊടുക്കുമ്പോൾ മറ്റൊരളവും നടത്തുന്ന ഒരു രീതി പണ്ട് കാലം മുതലേ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള കബളിപ്പിക്കലിനെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ആ വിഷയമാണ് ഈ സൂറത്ത് പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് നേരെ സൂക്തങ്ങളിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. വൈലുൻ ലിൽ മുത്തഫിഫീൻ. കബളിപ്പിക്കുന്നവർക്ക് വലിയ നാശമുണ്ട്. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. അല്ലദീന ഒരു കൂട്ടര്, ഇദക്താലു അലന്നാസി അവർ ജനങ്ങളുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് അളന്ന് വാങ്ങുമ്പോൾ, ഇദക്താലു അവർ അളന്ന് വാങ്ങുന്ന സമയത്ത്, അലന്നാസി ജനങ്ങളിൽ നിന്ന്, യസ്തൗഫൂൻ അവർ പൂർത്തിയാക്കി വാങ്ങും. വൈദാ കാലുഹും അവർ അളന്ന് കൊടുക്കുമ്പോൾ, അവ്വസനുഹും അല്ലെങ്കിൽ തൂക്കി വാങ്ങുമ്പോൾ, യുഹസിറൂൻ അവർ കുറവ് വരുത്തുകയും ചെയ്യും. ഇനി നമുക്ക് ഈ രണ്ടായത്തിൻ്റെ ആശയം ഒന്നും കൂടി മനസ്സിലാക്കാം. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും അവ്വസനൂഹും യുഖ്സിറൂൻ. അതായത് അവർ ജനങ്ങളോട് അളന്ന് വാങ്ങുമ്പോൾ പൂർത്തിയാക്കി വാങ്ങുകയും അളന്നോ തൂക്കിയോ കൊടുക്കുമ്പോൾ കുറവ് വരുത്തുകയും ചെയ്യും. അങ്ങനെയുള്ള കബളിപ്പിക്കലുകാർക്ക് നാശം. അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ. അലാ യളുന്നു അവർ വിചാരിക്കുന്നില്ലേ, അലാ യളുന്നു ഉലൈക അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ, അന്നഹും നിശ്ചയമായും അവര്, മബ്ഊസൂൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന് അവർ വിചാരിക്കുന്നില്ലേ, ലി യൗമിൻ അളീം ഗുരുതരമായ ഒരു ദിവസത്തിന് വേണ്ടി. അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലി യൗമിൻ അളീം.
തങ്ങൾ മരണാനന്തരം ആ ഗുരുതരമായ ഒരു ദിവസത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് അക്കൂട്ടർ ദൃഢമായി വിശ്വസിച്ചിട്ടില്ലേ? യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ. അതായത് യൗമ ഒരു ദിവസം, യഖൂമുന്നാസു ജനങ്ങൾ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം, റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവിലേക്ക്, അതായത് ലോകനാഥനിലേക്ക് ജനങ്ങൾ എഴുന്നേറ്റ് വരുന്ന ദിവസം തങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ഇവർ കരുതുന്നില്ലേ, ഉറപ്പായി വിശ്വസിച്ചിട്ടില്ലേ എന്നാണ് ഈ ആയത്ത് ചോദിക്കുന്നത്. അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകളെ അതികഠിനമായി താക്കീത് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. കൃത്രിമം കാണിക്കുക എന്നത് ചതിയും വഞ്ചനയുമാണ്, മറ്റുള്ളവരെ കബളിപ്പിക്കലാണ്, ഗുരുതരമായ കുറ്റകൃത്യമാണത്. മരണാനന്തരം തങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുമെന്നും ഇഹലോകത്ത് തങ്ങൾ ചെയ്ത ഓരോ പ്രവർത്തനത്തിനും അവിടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ മുതിരുകയില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് അതികഠിനമായ ശിക്ഷയാണ് മരണാനന്തരം ലഭിക്കുക എന്നിത്യാദി കാര്യങ്ങളാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ 6 ആയത്തുകളോടുകൂടി ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.